ജയൻ രവിയെ കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചതേ ഇല്ല. ആ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു പോലും ഇല്ല, ഇങ്ങനെ ഒരാളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ആള് ഏതൊരു അവാർഡ് ഫംഗ്ഷന് പോയാലും അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ പോയാലും ആള് വൈഫിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പറയുന്നത്. അവരുടെ സ്നേഹത്തിനെ കുറിച്ചൊക്കെ ആണ് ഏറ്റവും കൂടുതൽ അവർ പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ ഇതേപോലത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും അറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജയൻ രവിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ആള് 2005 മുതൽ ആള് സ്നേഹത്തിലായിരുന്നു. അമ്മ ഒരു ഫിലിം പ്രൊഡ്യൂസറാണ്. അത്യാവശ്യം നല്ല കാശുകാരാണ് അവര്. 3 വർഷം അവർ പ്രണയിച്ച ശേഷമാണ് വീട്ടുകാർ അറിഞ്ഞത്. ജയൻ രവിയുടെ വീട്ടുകാർക്ക് സമ്മതമില്ലായിരുന്നു, അവരുടെ വീട്ടുകാർക്കും സമ്മതമില്ലായിരുന്നു. പിന്നെ അച്ഛന് തീരെ സമ്മതമില്ലായിരുന്നു ജയൻ രവിയുടെ. ഇപ്പൊ ജയൻ രവിക്ക് ആദ്യം മതിയെന്ന് പറഞ്ഞുകൊണ്ടാണ് നിർബന്ധിച്ചാണ് ആ കല്യാണം നടത്തിയത്. 2009 ആളുടെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ 2 ആൺമക്കളാണ് ജയൻ രവിക്കുള്ളത്. അപ്പൊ ആളിപ്പോ ഒരു പ്രസ് മീറ്റിൽ ഇങ്ങനെ ആളതിൽ കരയുന്നുണ്ട്. ഇത്രയും മീഡിയയ്ക്ക് മുമ്പേക്ക് പൊട്ടിത്തെറിക്കണമെങ്കിൽ അപ്പൊ അത്രമാത്രം വിഷമമായിരിക്കും ആളുടെ മനസ്സിൽ കൂടെ പോകുന്നത്. അപ്പൊ ആള് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 2024 തൊട്ടേ ആള് സെപ്പറേറ്റഡ് ആണ്. കുറ്റം എന്ന് പറയുന്നത് കെനീഷായിട്ടുള്ള ജയൻ രവിക്ക് ബന്ധമുണ്ട്. അവരൊരു സിംഗറാണ്. അപ്പൊ ജയൻ രവിയുടെ ഫ്രണ്ട് ആയിട്ടാണ് ജയൻ രവി ഇപ്പോഴും ആ മീഡിയയിൽ ആ പ്രസ് മീറ്റിൽ ആള് പറയുന്നുണ്ട്, എന്റെ ഒരു ഫ്രണ്ടാണ്. ജയൻ രവി പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ല, ജോയിന്റ് അക്കൗണ്ട് ആണ് ഉള്ളത്. അപ്പൊ ആള് പൈസ എടുത്താൽ പോലും ആള് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ് പറയുന്നത്. എന്തിനാണ് എടുക്കുന്നത്, ഏതിനാണ് എടുക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിക്കുന്നതാണ് പറയുന്നത്. ആൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇത്രയും കാലമായിട്ട് ഒരു അക്കൗണ്ട് പോലും ഇല്ല. 50 ലക്ഷത്തോളം ഫീസ് മക്കൾക്ക് വേണ്ടി അടയ്ക്കുന്ന ജയൻ രവി എന്നാണ് പറയുന്നത്. അതേപോലെ ആളുടെ അച്ഛൻ ഇത്രയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ആളാണ് ചൂസ് ചെയ്തത് ഇങ്ങനെ ഒരു വിവാഹം. പക്ഷെ അതിപ്പോ ഇങ്ങനെ ആയിപ്പോയില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയും ആൾ കരയുന്നുണ്ട് അതില്. എന്റെ ജയൻ രവി പറയുന്നുണ്ട്, എന്റെ ഇരുന്ന സ്വത്തുക്കളെല്ലാം അവര് എടുത്തു. ഇപ്പൊ ആള് താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. എന്റെ മക്കളെ പോലും കാണിച്ചു തരുന്നില്ല. ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ കണക്ട് ചെയ്യില്ല. അതുപോലെ ഡയറക്റ്റ് ഒന്ന് പോയി കഴിഞ്ഞാൽ കാണാൻ സമ്മതിക്കത്തില്ല. അപ്പൊ അങ്ങനത്തെ ഒരു അച്ഛന് എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കണം. അപ്പൊ ഒരു സെലിബ്രിറ്റി ഒരാൾ വന്ന് കരയണമെങ്കിൽ അപ്പൊ എന്തുമാത്രം ആളുടെ മനസ്സിൽ വിഷമം ഉണ്ടായിരിക്കണം. മക്കളെ കാണാൻ പറ്റാത്ത ഒരു സങ്കടം ആളുടെ മനസ്സിലുണ്ട്. അതാണ് മെയിൻ. അതാണ് ഇത്രയും സ്നേഹിച്ച ഒരു ഭാര്യ വേർപിരിഞ്ഞു പോകുന്നു, ജീവനെ തുല്യം സ്നേഹിച്ച മക്കള് പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഒറ്റപ്പെട്ടു പോണ ആ ഒരു ഇതിലാണ് ആളിപ്പോ ജീവിക്കുന്നത്. അപ്പൊ ആളതിൽ പറയുന്നുണ്ട്, ഇനി ഞാൻ ഈ ഡൈവേഴ്സിന്റെ പ്രോസസ്സ് ഫുള്ളും കഴിഞ്ഞാൽ മാത്രമേ എന്റെ പടം റിലീസ് പോലും ചെയ്യത്തുള്ളൂ. ആൾക്ക് അപ്പൊ അത്രമാത്രം ഡിപ്രഷനിലൂടെ ആള് പോകുന്നത്. ആള് ഇപ്പൊ ഈ മക്കളെ നിന്ന് കാണുന്നുണ്ട്, പല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടോ, കൈയൊക്കെ വരെ ആള് മീഡിയക്ക് മുമ്പേ കാണിക്കുന്നുണ്ട്. സമൂഹത്തിൽ ജയൻ രവിയെ പോലെ പല ആൾക്കാരും ഇങ്ങനെയാണ്. ഇപ്പൊ ആണുങ്ങളാണെങ്കിൽ പെണ്ണുങ്ങളെ ഊറ്റി ജീവിക്കുക, പെണ്ണുങ്ങളാണെങ്കിൽ ആണുങ്ങളെ ഊറ്റി ജീവിക്കുക. എനിക്ക് തോന്നിയത് ഇവരുടെ മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് കാശാണ്. ചിലർക്ക് എത്ര കാശ് കിട്ടിയാലും മതിയില്ല. ഇവർ അത്യാവശ്യം കോടീശ്വരിയാണ് ഇവര്. അത്യാവശ്യം ഇതില് മീഡിയയിലൊക്കെ പറയുന്നത് 150 കോടിയോളം ആസ്തി ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത് ഇവർക്ക്. പക്ഷെ ചിലർക്ക് അതാണ്, എത്ര കിട്ടിയാലും മതിയാവില്ല. അതാണായാലും പെണ്ണായാലും ശരി തന്നെയാണ്. ചിലര് ഭാര്യ നല്ലതാണെങ്കിൽ ഭർത്താവ് ചതിക്കും, ഭർത്താവ് നല്ലതാണെങ്കിൽ ഭാര്യയെ ചതിക്കും. പണത്തിന് വേണ്ടി ചതിക്കും, ഇല്ലെങ്കിൽ വേറെ ഇല്ലീഗൽ റിലേഷനിൽ പോയിട്ട് അങ്ങനെ ചതിക്കും. അതാണ് പറയണത്. അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഇവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര സ്നേഹമാണ്, കാര്യങ്ങളാണ്. 2024 ഇവർ സെപ്പറേറ്റ് ആയത്. അതുവരെ ഇവർ നല്ല സ്നേഹത്തിലായിരുന്നു. അപ്പൊ ആള് പറയുന്നുണ്ട്, എന്നെ ഒരു അടിമയെ പോലെയാണ് അവര് ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ആൾക്ക് അത്രമാത്രം അഫെക്ഷൻ ആയിരുന്നു ആ വൈഫിനെ. അതുകൊണ്ടാണ് അവർ പറയുന്ന എല്ലാം കേൾക്കുന്നത്. അതിപ്പോ തിരിച്ചായാലും അങ്ങനെ തന്നെയാണ്. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്ന അത്രമാത്രം ഭർത്താവിനോട് സ്നേഹം കൊണ്ടായിരിക്കും. അപ്പൊ അവര് തിരിച്ചറിയത്തില്ല. കുറെ ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ തെറ്റായിട്ട് കുറെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആള് നല്ല പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഒരാണ് കരഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം. ആണിന് കരയാൻ പാടില്ല, പെണ്ണുങ്ങൾക്ക് മാത്രമേ ഇവിടെ കരയാവൂ. ഒരാണ് കരഞ്ഞു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന് അത്രയ്ക്ക് ശക്തിയില്ല, കട്ടിയില്ല എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ഒരാണിനും ഉണ്ടാവും വിഷമവും കാര്യങ്ങളൊക്കെ. എല്ലാവരും മനുഷ്യരാണ്. നമ്മളെ പെണ്ണുങ്ങളെ പോലെ തന്നെയാണ് ആണുങ്ങൾ. പിന്നെ ആണുങ്ങൾക്ക് നമ്മൾ ഇതേപോലെ സമൂഹത്തിൽ കരയാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ ആള് കരയുന്നത് ചിലപ്പോൾ വല്ല റൂമിനകത്ത് വിട്ടോ. ഇതേപോലെ പല ആണുങ്ങളും റൂമിനകത്ത് ഇരുന്നായിരിക്കും കരയുന്നത്, ആരും കാണാതായിരിക്കും കരയുന്നത്. അവരുടെ വിഷമങ്ങൾ ചിലപ്പോൾ ചിലർ നല്ല ഒരു അത്യാവശ്യം മേധാവ് 1-2 ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവരുടെ സംസാരിക്കുമായിരിക്കും. പക്ഷെ ചിലർ മനസ്സിൽ തന്നെ വെച്ച് അവർക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ആരും കാണില്ലായിരിക്കും. അവരും മനസ്സിൽ വെച്ച് തന്നെ ആയിരിക്കും അനുഭവിക്കുന്നത്. അപ്പൊ അത്രമാത്രം ഫ്രസ്ട്രേഷനിലായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പോയി ചോദിച്ചാൽ പോലും അവർ പൊട്ടിത്തെറിക്കുകയായിരിക്കും ചെയ്യുന്നത്. അത്രമാത്രം ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴേ ആൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും ഏതൊരു കാര്യവും അനുഭവിക്കും. ഇപ്പൊ നമുക്കൊരു ശരീരത്തിൽ അസുഖം ഉണ്ടായാലും നമുക്ക് അല്ലാതെ ഒരു പ്രശ്നമാണെങ്കിലും ഇതേപോലത്തെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ അനുഭവിക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. നമ്മൾ വേറൊരാൾ എത്രയൊക്കെ പറഞ്ഞാലും അല്ലെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിലൂടെ കടന്നുപോയ ആളായിരിക്കണം, എന്നാൽ നമുക്കത് കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും ആ ഒരാളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ആ ഒരു സീരിയസ്നെസ് ചിലപ്പോൾ അത്രമാത്രം ഉണ്ടാവണമെന്നില്ല. നമ്മൾ അങ്ങോട്ട് മനസ്സിലാക്കണം. ഇപ്പൊ ഭാര്യയായാലും ഭർത്താവായാലും അങ്ങോട്ട് മനസ്സിലാക്കിയ ആ ഒരു റിലേഷൻ. ഇപ്പൊ എല്ലാത്തിനും ആൾക്കാർ ഒറ്റ ഒരു സാക്രിഫൈസ് ചെയ്യുന്നത്, അത് ആണായാലും പെണ്ണായാലും സാക്രിഫൈസ് ചെയ്യാൻ കാരണം മക്കളാണ്.
അതാണ് മെയിൻ ഒരു കാരണം. ഈ മക്കളെ പിരിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കാണാൻ പറ്റത്തില്ല, അവരെ കൂടെ ലൈഫ് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ പലതും സാക്രിഫൈസ് ചെയ്യുക. പക്ഷെ ഇതൊന്നും ആരും മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. ഇപ്പൊ ആർക്കും ആരെയും ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഭർത്താവ് ഭാര്യ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ അടിമയൊന്നുമില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും, അങ്ങനെയാണ്. അതിപ്പോൾ തിരിച്ചാലും അങ്ങനെ തന്നെ. ഈ ലേറ്റായിട്ട് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പറയും നീ ആര് ചോദിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് എന്തെങ്കിലും ഷൗട്ട് ചെയ്യുക, ഇതാക്കുക. പക്ഷേ ഇതിലെല്ലാം ബാധിക്കപ്പെടുന്ന ആ മക്കളാണ്. ഇപ്പൊ ഈ കേസിലായാലും അങ്ങനെയാണ്. ആ രണ്ട് ആൺകുട്ടികളായിരിക്കും ബാധിക്കുന്നത്. എത്രയൊക്കെ പറഞ്ഞാലും ഒരു അച്ഛൻ വേണം, ഒരു അമ്മ വേണം. അതില്ലാതെ ഒരു ഫാമിലി എന്ന് പറയുന്നത് ഇത് രണ്ടും ചേരുമ്പോഴാണ് ഒരു ഇതാവണത്. ഒരു സെക്കൻഡ് മാരേജ് കഴിച്ചു കഴിഞ്ഞാൽ അത് എത്രയൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ ഏത് സമൂഹത്തിൽ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. എത്രയൊക്കെ ആണെങ്കിലും ഈ അച്ഛനും അമ്മയും മാറത്തില്ല. ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് മനസ്സിലാക്കി സ്നേഹത്തോടെ ജീവിക്കാൻ ചെയ്യണം. നമ്മളെല്ലാം ജീവിക്കുന്ന കുറച്ച് കാലമാണ്. ഇപ്പോഴത്തെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. അതിൽ അഹങ്കാരവും അകംഭാവവും ഒക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും കൂടി. പക്ഷെ ഇതിലെല്ലാം ട്രോമ സംഭവിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്കാണ്. അവർ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരായിരിക്കും. അവർക്ക് ഇതേപോലെ അച്ഛനും അമ്മയൊക്കെ ചേർന്ന് നമ്മളെ എന്തെങ്കിലും ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ മീറ്റിങ്ങിനോ ഇതൊക്കെ വരുമ്പോൾ ആയിരിക്കും അവർക്ക് ബാധിക്കും. അയ്യോ എൻ്റെ അച്ഛനില്ലല്ലോ, എൻ്റെ അമ്മയില്ലല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ബാധിക്കുന്നത്. അവരുടെ മനസ്സിലുള്ള പ്രശ്നമൊന്നും ആരും ചോദിക്കാറില്ല. ഒരു കോടതി പോലും ചോദിക്കാറില്ല. പിരിഞ്ഞിങ്ങനെ അച്ഛനമ്മ ആരും ചോദിക്കാറില്ല. ഇപ്പം അവർക്കും വിഷമം ഉണ്ടാവും, ഈ പിരിഞ്ഞിങ്ങനെ അച്ഛനും വിഷമം ഉണ്ടാവും, ചിലപ്പോൾ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും. പക്ഷെ എന്നാലും അതിനെയും കാട്ടി ആകാതായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക്. ഇതിപ്പോൾ ജയൻ്റെ ഒരു കേസ്. ഇത് നമ്മുടെ സമൂഹത്തിൽ കുറേ വീടുകളിൽ ഈ സംഭവം നടക്കുന്നുണ്ട്. പക്ഷെ ആരും തുറന്നു പറയാൻ മടിയുകൊണ്ടാണ്. അതാണ് മെയിൻ ഞാൻ പറഞ്ഞത്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാവരും ഈ സാക്രിഫൈസ് ചെയ്യുന്നത്. പിന്നെ ചിലർ വന്ന് ഒട്ടും പറ്റാതെ ചെയ്യുമ്പോഴാണ് ഡൈവേഴ്സ് ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടത്തെ ഒരു റേഷ്യോ ആയിരിക്കില്ല ഇപ്പോഴത്തെ കുടുംബ കോടതിയിൽ ആൾക്കാർ ഈ ഡൈവേഴ്സിന് ഇതാക്കുന്നത്. ആർക്കും എല്ലാവർക്കും ഈഗോയാണ്. ഞാനാണ് വലുത്. ഇപ്പോൾ ഭർത്താവാണെങ്കിൽ വിചാരിക്കും ഞാനാണ് വലുത്, ഞാൻ അവളെ മുമ്പേ താഴത്തില്ല. ഇപ്പോൾ ഭാര്യയാണെങ്കിൽ വിചാരിക്കും ഞാനാണ് വലുത്, ഞാൻ സമ്പാദിക്കില്ലേ, എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടം പോലെ എനിക്ക് ജീവിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന അങ്ങനത്തെ ആൾക്കാരുണ്ട്. പണ്ടത്തെ പോലെ ആ ഒരു ഇതൊന്നുമില്ല. പലരും ഈ സമൂഹത്തിൽ ഇപ്പൊ നമ്മളെ അത്രമാത്രം വിഷമം, ഇപ്പൊ ആണായാലും പെണ്ണായാലും വിഷമം ഉള്ളിൽ വെച്ചിട്ടായിരിക്കും ആൾക്കാർ നമ്മുടെ അടുത്ത് ചിരിക്കുന്നത്. അവർ പറയുമ്പോഴായിരിക്കും നമുക്കറിയുന്നത് അവർ അത്രമാത്രം വിഷമത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ ആരും അങ്ങനെ പറയാറില്ല. അപ്പൊ നമ്മളെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കാനും സഹകരിക്കാനൊക്കെ ഉള്ളതാണ് നമ്മളെ ജീവിതം. നമ്മളെ കർമ്മ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഞാൻ ഇന്ന് ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ അത് ഏതെങ്കിലും രീതിയിൽ ചിലപ്പോൾ ഞാൻ വേറൊക്കെ ചെയ്യുന്ന നല്ല കാര്യം ആളായിരിക്കില്ല തിരിച്ച് ചെയ്യുന്നത്, വേറെ ആരെങ്കിലും വഴിയായിരിക്കും എനിക്ക് ആ നല്ല കാര്യം തിരിച്ചു തന്നെ. അതുപോലെ ഞാൻ ഒരു ചീത്ത കാര്യം ചെയ്താലും അങ്ങനെ തന്നെയാണ്. അത് ചിലപ്പോൾ അവരെ ആയിരിക്കില്ല തരുന്നത്, വേറെ ആരെങ്കിലും രീതിയിലായിരിക്കും എനിക്ക്. അപ്പം നമ്മൾ ആലോചിക്കും അയ്യോ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് എന്ന് പറയും. അതുപോലെ നമ്മൾ ആരായാലും വഞ്ചിക്കാനോ പറ്റിക്കാനോ ഒന്നും പാടില്ല. നമ്മളവരെ സ്നേഹിക്കുക, നമ്മൾ ചെയ്യാൻ പറ്റുന്ന ചെയ്ത് കൊടുക്കുക. നമ്മൾ ആരെയും ഉപദ്രവിക്കാൻ പോകരുത്. നമ്മൾ സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കരുത് ആരെയും. ചിലർ പിന്നെയും നടന്ന ശത്രുത കാണിക്കുക, ഉപദ്രവിക്കുക. എന്തിനാണ് വെറുതെ? നമ്മൾ സ്നേഹിക്കാൻ പറ്റിയെങ്കിൽ സ്നേഹിക്കുക, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കാതിരിക്കുക. അതുപോലെ ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഇതാക്കുക. നമ്മളിപ്പോൾ എന്തെങ്കിലും എല്ലാവരും നമ്മളൊരു ഈക്വലായിട്ട് കണ്ടുപോവുക. അല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെ അല്ലേ ചിലർ ആ ഒരു മൈൻഡിൽ എടുക്കുകയുള്ളൂ. ചിലർ ഇപ്പം പല ആൾക്കാരും ഭയങ്കര സെൽഫിഷായിട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആരെയും സ്നേഹിക്കാനുള്ള ഇതുണ്ട്. അപൂർവം കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ അവർ മനസ്സ് തുറന്നൊക്കെ സ്നേഹിക്കുന്നത്. കൂടുതൽ ആൾക്കാർ സെൽഫിഷാണ്. എനിക്ക് എൻ്റെ കാര്യം നടന്നാൽ മതി എന്നല്ല. നമ്മൾ സമൂഹത്തിൽ നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. ചിലർ ഭയങ്കരമായിട്ട് ഫേക്ക് ആയിരിക്കും. നമുക്ക് അവരെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം നമ്മളെ കൂടെ നടക്കുന്ന ആൾക്കാർ കാണും. കുറെ പേര് ഇങ്ങനെ കുറ്റവും പറഞ്ഞ് നമ്മളെ കാണുമ്പോഴും കുറ്റം, അവരെ കുറിച്ച് കുറ്റം പറയും. എന്നിട്ട് നമ്മളങ്ങോട്ട് പോകുമ്പോൾ നമ്മളെ കുറിച്ച് അവരുടെ അടുത്ത് കുറ്റം പറയും. ഇങ്ങനെ തന്നെയാണ് ആൾക്കാരൊക്കെ. നമ്മൾ ആരെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. ആരെയാണ് എപ്പോഴാണ് പണി തരണേ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഈ കേസ് പോലെ ഭാര്യ നൈസിനങ്ങ് തേച്ചിട്ട് പോവും. അപ്പോൾ പണവും മക്കളെയും കൂടി കൊണ്ടങ്ങ് പോവും. ഈ ഭർത്താവ് ഒറ്റപ്പെട്ട പോലെ ജീവിക്കേണ്ടി വരും അവസാനം. നമുക്ക് നമ്മളെ ശത്രുവിനെ പിന്നെയും വിശ്വസിക്കാം, പക്ഷെ നമ്മളെ കൂടെ നിന്ന് ചിരിച്ചിട്ട് ബാക്കിൽ നിന്ന് കുത്തണവരെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അത് അപ്പോഴായിരിക്കും നമ്മൾ അറിയണത് അവർ നമ്മളെ ചതിച്ചു എന്ന്. പക്ഷെ അത് വല്ലാത്തൊരു അവസ്ഥയായിരിക്കും ആ ഒരു ടൈമിൽ. നമ്മൾ ആരുടെ ജീവിതം നോക്കിയാലും 100% സന്തോഷത്തോടെ ആരും ജീവിക്കൂല. എല്ലാ കുടുംബ ജീവിതത്തിലും ഒരു വഴക്കും പ്രശ്നങ്ങളും എല്ലാം കാണും. അപ്പോൾ വഴക്ക് നടന്നാലും നമ്മളത് പരിഹരിച്ച് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. സ്നേഹത്തോടെ മുന്നോട്ട് പോവുക. നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡൈവേഴ്സും ബാക്കിയുള്ള കാര്യത്തിന് പോയി കഴിഞ്ഞാൽ അതിനെ സമയം കാണത്തുള്ളൂ. പിന്നെ ഇതൊക്കെ ഒരു ലോട്ടറി പോലെയാണ്. അടിച്ച് ഇല്ലെങ്കിൽ ഇല്ല. അപ്പോൾ നല്ലൊരു ഭാര്യ നല്ലൊരു ഭർത്താവൊക്കെ ജീവിതത്തിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഒരു ഭാഗ്യമാണ്. അങ്ങനെ ആകുമ്പോൾ തന്നെ ആ കുടുംബജീവിതം നന്നായിരിക്കും. ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു യാത്ര പോലെയാണ്. ഇപ്പോൾ ചിലർ നമ്മളുടെ യാത്രയിൽ അവസാനം വരെ നമ്മളെ കൂടെ കാണും. അത് ഭാര്യ ആയാലും ശരിയാണ്, ഭർത്താവായാലും ശരിയാണ്. ചിലർ ഇടയ്ക്ക് വെച്ച് നമ്മളെ അടുത്ത് ടാറ്റയും പറഞ്ഞ് അവർ ഭയം പറഞ്ഞ് അങ്ങ് പോവും.
ചിലവരുടെ ജീവിതത്തിൽ വേറെ ആൾ വരും, ചിലപ്പോൾ ചിലർ ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും സംസാരിച്ചൊക്കെ ആ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കുക. അല്ലാതെ നമ്മൾ വേസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ജീവിതം തന്നെയാണ് സ്പോയിലാവുന്നത്. അതിൽ കൂടെ ആ കുട്ടികളുടെ ജീവിതം കൂടി സ്പോയിലാവും. അപ്പം നമ്മൾ ഇതൊക്കെയാണ് ഓരോ കാര്യങ്ങൾ. അപ്പം നമ്മൾ മാക്സിമം സ്നേഹിക്കാൻ പറ്റുന്നത് സ്നേഹിക്കുക ആൾക്കാരെ. ഇങ്ങനെ ഈഗോ വെച്ചിട്ട് നമ്മൾ അങ്ങോട്ട് പോലും പെരുമാറാതിരിക്കുക. അത് ഏത് ബന്ധത്തിലാണെങ്കിലും, ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഏത് ബന്ധത്തിലാണെങ്കിലും. അപ്പോൾ ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോ കാണാം.